വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കോമഡി ആണോ ത്രില്ലറാണോ രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് എന്റർടൈനർ. ഒന്നും പറയാനില്ല. മ്യൂസിക് റിയലി കറക്റ്റില്ല. പുള്ളിയുടെ മ്യൂസിക് ഡയറക്ടർ എവിടെ? പുള്ളിയേരി വാ. യു ഷുഡ് ഗെറ്റ് എക്സ്പീരിയൻസ്. കാരണം മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പം പുള്ളിയെ കുറിച്ച് പറഞ്ഞതാണ്. വെരി നൈസ്ലി ഡൺ. 2 മണിക്കൂറുകൊണ്ട് നല്ലൊരു എന്റർടൈനർ. ഈ രവീന്ദ്രൻ എവിടെ വരുന്നത്? ഞാൻ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. എനിക്കല്ല രവീന്ദ്രൻ അതാണ് അതിന്റെ ത്രില്ല്. എവിടെ ആയിരുന്നു എന്നുള്ളത് നിങ്ങളെ പല കാണുമ്പോൾ മനസ്സിലാവും. കോമഡി കറക്റ്റ് ടൈമിൽ വന്നത്. ഓൾ ദി ബെസ്റ്റ്. പലഘട്ടങ്ങളിൽ ഇത് കണ്ടതാണ്. അതുപോലെ ഫാമിലി സിനിമ, ഒരു കൊച്ചു സിനിമ, ചെറിയ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയുടെ ഫൺ രീതിയിലൂടെ മ്യൂസിക് നല്ല പാട്ടുകളുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി മൂവിയാണ്. കുറച്ച് ചിരിക്കാനും നമ്മുടെ ഒരു സിറ്റുവേഷൻസ് വീട്ടിൽ അതുണ്ടായ ഒരു സിറ്റുവേഷൻ കോമഡിയാണ്. ഞാൻ ചില ഭാഗത്തൊക്കെ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് കുറേ സ്ഥലത്ത് ചിരിച്ചു. പെർഫോമൻസസ് എല്ലാവരും രസമുണ്ടായിരുന്നു. അത് കണ്ടി ചിരിക്കാൻ കുറേ ഒരു സിറ്റുവേഷൻസ് അങ്ങനെയാണ് ഒരു പ്രത്യേക തരത്തിൽ. അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ കുറേ ആയി ഉണ്ടായിട്ട്. അപ്പോൾ സിറ്റുവേഷൻ കോമഡി ആയതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് കുറച്ച് ചിരിക്കാൻ, ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ചെറിയ ഇഷ്യൂസ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രേമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫൺ ഫിലിമാണ്. രസമുണ്ട്. ലൈറ്റ് സിനിമയാണ്, ചെറിയ സിനിമയാണ്, പക്ഷേ നല്ല ഒത്തിരി ചിരിക്കാനുള്ള പെർഫോമൻസ്. ഷീലു രസമുണ്ട്, നല്ല രസമുണ്ട്. ഷീലു അവസാനത്തെ ഷീലിൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ട്, അത് പൊളിയാണ്. ധ്യാനം മ്യൂസിക് നന്നായിരുന്നു. മ്യൂസിക് വളരെ നന്നായിരുന്നു. രസമുണ്ടായിരുന്നു. ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നല്ല ചെറിയ ചെറിയ തമാശകളുള്ള, എന്നാൽ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് ചിരിക്കാനുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരു നല്ല സിനിമ. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ കാണും. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും ആരും പറയാനില്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തു.